നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. കൗമാരപ്രായക്കാരിൽ കാണുന്ന അകാല നരയ്ക്കും 30കളുടെ അവസാനമോ 40കളിലൊക്കെ വരുന്ന നരയ്ക്കും അത്ര പെട്ടെന്ന് കെമിക്കൽ ഡൈ യൂസ് ചെയ്യാതെ പ്രകൃതിദത്തമായ രീതിയിൽ മുടിക്ക് കളർ കൊടുക്കാം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പാക്ക് മുടിയുടെ കളർ മാറ്റുക മാത്രമല്ല, മുടിക്ക് വേണ്ടുന്ന പോഷകങ്ങൾ നൽകുകയും കൂടെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായി നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുക്കേണ്ടത്. ഈ ചീനിച്ചട്ടി ഇതുപോലുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞാൽ മാറ്റി വെച്ചിരിക്കുന്ന ചീനിച്ചട്ടിയാണ്. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ റോസ്മേരി എടുക്കാം. റോസ്മേരി മുടി വളരാനും അകാല നര തടയാനും മുടി കൊഴിച്ചിൽ തടയാനും പുതുതായി മുടി കിളുത്തു വരാനും ഒക്കെ സഹായിക്കുന്നു. ഇനി 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. മുടിയുടെ പലതരം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് കട്ടൻ ചായ നല്ലതാണ്. കട്ടൻ ചായ പ്രകൃതിദത്ത കേശ സംരക്ഷണ ഒറ്റമൂലിയായിട്ടാണ് അറിയപ്പെടുന്നത്. ആരോഗ്യവും തിളക്കവുമുള്ള മുടിക്ക് കട്ടൻ ചായ വളരെ നല്ലതാണ്. ഇനിയും 6 ചെമ്പരത്തിപ്പൂ എടുക്കാം. മുടിയുടെയും തലയോട്ടിയുടെയും ആരോഗ്യത്തിനും മുടി വളർച്ചയെ സഹായിക്കുന്നതിനും ചെമ്പരത്തിപ്പൂ വളരെ നല്ലതാണ്. മുടിയുടെ വരണ്ട അവസ്ഥ മാറാനും ഇത് നല്ലതാണ്. ഇനി ഇതിലേക്ക് 3 നെല്ലിക്ക എടുത്തിട്ടുള്ളത്. നെല്ലിക്ക ഇല്ലെങ്കിൽ നെല്ലിക്ക പൗഡർ ചേർത്താലും മതി. നെല്ലിക്ക ഇതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നെല്ലിക്ക മുടിയുടെ ആരോഗ്യത്തിനും മുടി കൊഴിച്ചിൽ അകറ്റാനും മുടി നല്ല ഉള്ളോട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന നെല്ലിക്കയൊക്കെ വെന്ത് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകവും 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം മുടി കൊഴിച്ചിലിനെ തടയാനും പെട്ടെന്നുള്ള നരയ്ക്കും അങ്ങനെ തലയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നല്ലതാണിത്. കരിഞ്ജീരകം മുടി ഉള്ളോടെയും നല്ല ആരോഗ്യത്തോടെയും വളരാനും മുടിക്ക് നല്ല മൃദുത്വവും തിളക്കവും ഒക്കെ നൽകാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഉലുവയും മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും മുടിക്ക് നല്ല തിളക്കം നൽകാനും നല്ലൊരു ഷാമ്പുവിൻ്റെയും കണ്ടീഷണറിൻ്റെയും ഗുണം നൽകാനും സഹായിക്കുന്നു. ഉലുവ താരനകറ്റാനും മുടി വളർച്ച വേഗത്തിലാക്കാനും നല്ലതാണ്. ഇപ്പം നെല്ലിക്ക വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു മാറ്റി വെക്കാം. രാത്രി ഇപ്പം 8 മണിയായിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇരുമ്പ് ചട്ടിയിലിരുന്ന് കളറൊക്കെ ഡാർക്കായി കുറേ ഗുണങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ തിളപ്പിക്കാം. ഇപ്പം ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിനി അരിച്ചെടുക്കാം. ഇത് വേവിക്കാൻ വെച്ചപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് വേവിച്ചത്. ഇപ്പം വറ്റി 1/2 ഗ്ലാസോളം ആയിട്ടുണ്ട്. ഇതൊന്നും കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കൂടെ നമുക്കിത് ചേർക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നത് കണ്ടില്ലേ? ഇതും നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് ജ്യൂസിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് വറ്റിച്ചെടുക്കാം. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനിയും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇരുമ്പ് ചീനിച്ചട്ടി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നെല്ലിക്ക പൗഡർ ചേർക്കാം. നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. തലയോട്ടിയിലെ വരൾച്ചയെ സുഖപ്പെടുത്തുകയും താരൽ മൂലമുള്ള ചൊറിച്ചിൽ ഒഴിവാക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഇതിലുണ്ട്. മുടിക്ക് നല്ല തിളക്കവും ഷൈനിങ്ങും നൽകാനും നെല്ലിക്കയ്ക്ക് കഴിയും. അകാല നര തടയാനുള്ള കഴിവ് നെല്ലിക്കയ്ക്കുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തത് ഹെന്നയാണ്. മുടി നല്ലതുപോലെ വളരാൻ പരമ്പരാഗതമായി ചെയ്തു പോരുന്ന ഒന്നാണ് ഹെന്ന അഥവാ മൈലാഞ്ചി. മൈലാഞ്ചി മുടിക്ക് നല്ല കളർ കൊടുക്കുന്നു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഭൃംഗരാജ് ചേർത്ത് കൊടുക്കാം. ആയുർവേദത്തിൽ ഔഷധങ്ങളുടെ നിധിയാണ് ഭൃംഗരാജ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന കയ്യോന്നി തന്നെയാണ് ഭൃംഗരാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നരയും മുടി കൊഴിച്ചിലും മാറ്റി മുടി ഇടതൂർന്നു വളരാൻ ഭൃംഗരാജ് സഹായിക്കുന്നു. 3/4 ടീസ്പൂൺ ഭൃംഗരാജ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുടിയുടെ നീളവും വലുപ്പവും ഒക്കെ അനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. ഇനി വേണ്ടുന്നത് മുൾത്താണി മിട്ടിയാണ്. തലമുടിയെ നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് നിലനിർത്തുന്നതിനും മുടി കൊഴിച്ചിൽ അകറ്റി മുടിക്ക് നല്ല കരുത്ത് നൽകുന്നതിനും മുൾത്താണി മിട്ടി വളരെ നല്ലതാണ്. മുടിയുടെ പല പ്രശ്നങ്ങളെ പരിഹരിക്കാനും മുൾത്താണി മിട്ടിക്ക് കഴിയും. മുൾത്താണി മിട്ടി മുടിക്ക് നല്ല മിനുസം നൽകാനും സഹായിക്കും. 1 ടേബിൾ സ്പൂൺ മുൾത്താണി മിട്ടി ഇടാം. ഈ പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർക്കുമ്പം നമ്മുടെ മുടിയുടെ ഉള്ളും വലുപ്പവും നീളവും ഒക്കെ അനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ ഇടാം. ഇനി ഇതിലോട്ട് ആദ്യം അരിച്ചെടുത്ത ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് അരിച്ചതും കൂടെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ജ്യൂസിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാൻ. നനവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ കളർ പിടിക്കില്ല. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആണെങ്കിൽ മാത്രമേ മുടിയിൽ നന്നായിട്ട് കവറായി പൊതിഞ്ഞിരുന്ന് മുടിക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ. ഈ ഒരു തിക്നെസ്സിൽ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുടിയെ പുരട്ടുന്ന സമയം 1 മുട്ടയുടെ വെള്ളം നന്നായി പതച്ചിതി ചേർത്തോ അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തൈര് ഉടച്ചിട്ട് ഇത് ചേർത്തോ തലയിൽ തേക്കാം.
ഞാനിപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ബാക്കിയുള്ളതുകൊണ്ട് ഇതാ ചേർക്കുന്നത്. ഇതിൽ നമ്മൾ മുൾട്ടാണിമിട്ടി ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് ലൂസായി കഴിഞ്ഞാൽ മുടിയിൽ തേക്കുമ്പോൾ മുടിയെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് നല്ലൊരു പാക്കായിട്ട് ഇരുന്നോളും. മുൾട്ടാണിമിട്ടി ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് കുറച്ചിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാൻ. ആദ്യം കാണിച്ച പോലെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്ന ഒരു പാക്കാണ്. തണുപ്പടിച്ച് ജലദോഷമൊക്കെ വരുമെന്ന് പേടിയുള്ളവർ ഇതിൽ 5-6 ഗ്രാമ്പൂ ഈ സമയം ഇട്ട് കൊടുത്താൽ മതി. ഗ്രാമ്പൂ മുടി വളരാനും താരൻ പോലുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം വളരെ നല്ലത് തന്നെയാണ്. ഇതിൻ്റെ സൈഡിലായിട്ടുള്ളതൊക്കെ കൈകൊണ്ട് വടിച്ച് ഇതിനകത്തോട്ടാക്കണം, അല്ലെങ്കിൽ ഇതിരുന്ന് ഡ്രൈ ആയി പോകും, ഉണങ്ങിപ്പോകും. കുറഞ്ഞതൊരു രാത്രിയെങ്കിലും ഇത് അടച്ചു വെക്കണം. അതിൽ കൂടുതൽ നേരം വെച്ചാലും നല്ലത് തന്നെയാണ്. ഇത് രാത്രി 8 മണിക്ക് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഉച്ചയ്ക്ക് 12 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ തേക്കാൻ തുടങ്ങുന്നത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കണം. മുടിയുടെ ചെടയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇത് തേച്ച് കൊടുക്കാൻ. ഇതിന് നല്ല തണുപ്പുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പായി തേക്കാൻ ശ്രമിക്കണം. ഇപ്പം ഇങ്ങനെ എൻ്റെ മുടി ഇരിക്കുന്നത്. ഇനി പാക്ക് ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെ കൈയെല്ലാം നാശമാകും. മുടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് തലയോട്ടിയിൽ മാത്രമല്ല, മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇത് തുടർച്ചയായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോകുന്നതും മുടി സ്പ്ലിറ്റായി പോകുന്നതും ഒക്കെ മാറി നല്ല ആരോഗ്യമുള്ള മുടി കിട്ടും. ഇത് ഞാനിപ്പം തലയോട്ടിയിൽ മാത്രമേ തേക്കുന്നുള്ളൂ, താഴോട്ടുള്ള മുടിയിലൊന്നും തേക്കുന്നില്ല. ഇതുപോലെ ബാക്കിയുള്ള മുടിയിലൂടെ തേച്ചിട്ട് വരാം. ഇപ്പം തലയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, താഴോട്ടുള്ള മുടിയിലൊന്നും തേച്ചിട്ടില്ല. ഇത് തേക്കുമ്പോൾ തലയ്ക്ക് നല്ലൊരു തണുപ്പ്. ഇനി മുടി പൊക്കി കെട്ടി വെച്ചിട്ട് ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി. ഇങ്ങനെ കവർ ഇടുമ്പോൾ പാക്ക് ഡ്രൈ ആകാതെയും മുടിയിൽ നല്ല കളർ പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ 1.5-2 മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകാം. ഇതാണ് ഫൈനൽ റിസൾട്ട്. ആദ്യത്തെ യൂസിൽ ഇങ്ങനെ ഒരു കളറായിരിക്കും കിട്ടുക. കറുത്ത മുടി കറുത്ത് തന്നെ ഇരിക്കുന്നത്, വെളുത്ത മുടിയുടെ കളർ മാത്രമേ മാറത്തുള്ളൂ. ഇത് തേച്ചതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിലേ വാഷ് ചെയ്യാവൂ. ശരിക്കും മുടി കളർ പിടിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞേ ഷാമ്പൂ ഇടാവൂ. അപ്പോൾ കളർ നന്നായിട്ട് പിടിക്കും. ഇത് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ 2 തവണയോ ഉപയോഗിക്കാം. അന്നേരം മുടിക്ക് കുറെ കൂടെ നല്ല കളർ കിട്ടും. അകാല നിരക്ക് ചെറുപ്രായത്തിൽ തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യാതെ ഇതുപോലെ കളർ മാറ്റിയെടുക്കാം. ഇത് ഉപയോഗിക്കുന്നതിലൂടെ മുടിക്ക് നല്ല കളറും തിക്നെസ്സും പുതിയ മുടികൾ കിളുത്തു വരാനും ഒക്കെ പറ്റുന്ന തലയോട്ടിക്കും മുടിക്കും നല്ല പോഷക സമ്പന്നമായ ഒരു ഹെയർ പാക്കാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. താങ്ക് യു.